ഒരു കാലത്ത് എന്നെ ഞാനാക്കിയത് വേണുവാണ്. വടകരയിൽ നാണോട്ടൻ നിന്നാൽ LDF കയ്യിൽ നിന്ന് സീറ്റ് പോവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇപ്പോൾ ഉണ്ട്. അവിടെ തിരുവനന്തപുരത്ത് എത്തി. ഞാൻ ആ തിരുവനന്തപുരത്ത് ഓഫീസിൽ തന്നെ താമസിക്കുന്ന സ്ഥിതിയായി. എനിക്കത് എന്താന്ന് പറഞ്ഞാൽ ഗോപാലേട്ടനൊരു കാര്യം പറഞ്ഞിട്ട് ആന്റണിയല്ലേ ആരായാലും ഗോപാലേട്ടൻ പറയുന്നതിന് അംഗീകരിക്കും. കണ്ണൂർ CPM വളരെ സ്ട്രോങ് പൊളിറ്റിക്സ് ഉള്ള സ്ഥലമുള്ള ആ സ്ഥലത്താണ് അവൻ ഫൈറ്റ് ചെയ്തിട്ട് അവനായി മാറി. മുസ്ലിം പെൺകുട്ടികളെ എന്റെ സ്ട്രോങ് ആയി സംസാരിക്കുന്നറിയാം. എനിക്ക് ഇവിടെ വരുമ്പോ എനിക്ക് മാലദേശിയാണ് ചോറൊക്കെ എടുത്തത്, ചായ എടുത്തപ്പോ. ഇന്നിപ്പോ എനിക്ക് സുധീറാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വലിയ മനുഷ്യൻ്റെ വീട്ടിലാണ് CK നാണുവേട്ടൻ. പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. വടകരക്കാരുടെ ഹൃദയത്തിൽ ചേക്കേറിയിട്ടുള്ള ഒരു വലിയ മനുഷ്യനാണ്. പൊതുവെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് അലക്കി തേച്ച വർത്തമാനം പറയാത്ത, വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഒരു നേതാവാണ്. നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഗാന്ധിയൻ മാർഗം വിടാതെ പിന്തുടരുന്ന, അതോടൊപ്പം ഒരു ബഹുസ്വരതയൊക്കെ കാത്തു സൂക്ഷിക്കുന്ന, നൈതികത കാത്തു സൂക്ഷിക്കുന്ന മനുഷ്യൻ. ഞാൻ പറഞ്ഞിരുന്നു, നാണോട്ടൻ ഒരിക്കലും ചാനലുകൾക്ക് മുമ്പിൽ അഭിമുഖത്തിന് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. പത്രങ്ങൾക്ക് മുമ്പിൽ ഇൻ്റർവ്യൂവിന് ഇരുന്നു കൊടുക്കാറില്ല. കാരണം അതിന് നാണോട്ടൻ തന്നെ പറയുന്ന വാക്കുണ്ട്, ഞാൻ മീഡിയക്ക് മുമ്പിൽ വന്ന് നിന്ന് അങ്ങനെ വർത്തമാനം പറയുന്ന ഒരാളല്ല. കാരണം എൻ്റെ ജനം മീഡിയയാണ്, അവരാണ്. ഇവിടുത്തെ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ജനമാണ്. പക്ഷെ ഞാനിവിടെ എത്തിയിട്ടുള്ളത് നാണുവേട്ടൻ്റെ ഒരു കരുണ, എൻ്റെ പ്രിയപ്പെട്ട ബാപ്പയുടെ, തായത്ത് മഹമ്മൂദിൻ്റെ അടുത്ത സുഹൃത്താണ്. വളരെ അടുത്ത, വൈകാരികമായി വളരെ അടുത്ത സുഹൃത്താണ്. ആ ഒരു സൗജന്യം മുതലെടുത്തിട്ടാണ് ഞാൻ നാണോട്ടോട് എൻ്റെ വർത്തമാനം പറയാൻ വന്നത്. നാണോട്ടാ, എന്തൊക്കെയാ, സുഖം തന്നെയല്ലേ ഇപ്പം വീട്ടിൽ? സാധാരണ നിലയ്ക്ക് വീട്ടിലും സാധാരണ സൗകര്യമാണ്. എൻ്റെ മകൻ, അവൻ്റെ മകനും അവൻ്റെ ഭാര്യയും അവൻ്റെ ഒരു ചെറിയ മകനും, അവരും ഞാനും ആണ് ഉള്ളത്. കുറച്ച് മുമ്പ് എൻ്റെ ഭാര്യ അവർ നഷ്ടപ്പെട്ടു. അത് ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ടെൻഷനുള്ളതാണ്, മക്കൾക്കും ടെൻഷനുള്ളതാണ്. കാരണം അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു അവർ. ഞാൻ ഈ കഴിഞ്ഞ ഘട്ടത്തിൽ നിയമസഭാംഗമായി മന്ത്രിയൊക്കെ ആയിരുന്ന ആ കാലഘട്ടത്തിൽ ആ മന്ത്രിയായിരിക്കുന്ന എൻ്റെ ഓഫീസ് ഒരു അംഗം എന്നുള്ള നിലക്ക് അതിനെ നിയന്ത്രിച്ച ഒരു സാധാരണ സ്ത്രീയായിരുന്നു അവർ. അപ്പോൾ അവര് സഹോദരൻ ആന്റണിയുടെ കൂടെ പഠിച്ച ആന്റണിയുടെ കൂടെ പഠിച്ച ആളായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാലങ്ങൾ ഉണ്ടായിട്ടും ആ ഒരു നല്ല ജീവിതം എൻ്റെ ഭാര്യയുടേത്, എൻ്റെതല്ല, അവരുടേതായ ഇത് വളർത്തിയെടുക്കാൻ അവർക്ക് സാധിച്ചു. അതിൻ്റെ ഫലമായി എൻ്റെ മക്കളും ചെറുതും എല്ലാം, അവരെ കുടുംബവും ഒക്കെ ഒരു നല്ല നിലയിൽ. അതെ, ഞാനൊക്കെ ഇവിടെ വരുമ്പോ എനിക്ക് മാലദേശിയാണ് ചോറൊക്കെ എടുത്തത്, ചായ എടുത്തപ്പോ. ഇന്നിപ്പോ എനിക്ക് സുധീറാണ് എടുത്തത്. അതിൻ്റെതായ ഒരു എന്തായാലും നമ്മൾ പ്രാർത്ഥന മാലദേശിയുടെ കൂടെ പ്രാർത്ഥനയിലുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് പിന്നെ ഒരു പ്രധാനമായൊരു കാര്യം, ഞാൻ സാധാരണ നിലയ്ക്ക് ഒരു ഏവറേജായ ആളായിരുന്നു. ഒരു വലിയ കഴിവും അതൊന്നും ഇല്ലാത്ത ഞാൻ വടകര മിഷൻ സ്കൂൾ വളരെ അടുത്ത് അവിടെ കളിക്കുന്നു.
അവിടെ കളിക്കാൻ ഫുട്ബോൾ കളിക്കുന്നവരും ബാസ്ക്കറ്റ് കളിക്കുന്നവരും എൻ്റെ ഫ്രണ്ട്സ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ആ ഗ്രൗണ്ടാണ് ഞങ്ങളുടെ, ഇപ്പോൾ ആ ഗ്രൗണ്ടില്ല, ആ റെയിൽവേ ഗ്രൗണ്ടാണ് ഞങ്ങളുടെ ഇത്. അവിടെ ആനന്ദവില്ലയിൽ ചന്ദ്രൻ അങ്ങനത്തെ, ഇപ്പോൾ പുറത്തുള്ള ചന്ദ്രനൊന്നുമില്ല, അവരൊക്കെയാണ് എന്നെ CK നാണു എന്നുള്ള നിലയിൽ കളിപ്പിച്ചതും രാഷ്ട്രീയ രംഗത്ത് എന്നെ കൊണ്ടുപോകുന്നതിൽ പ്രധാനമായി പങ്കുവഹിച്ചത് വേണുഗോപാൽ എന്ന് പറയുന്ന എക്സ്റേ വേണു. അതെ, അതിലേക്ക് ഞാൻ വരാം. എക്സ്റേ വേണുട്ടൊക്കെ നമുക്ക് വരാം, ആന്റണിയിലേക്കും ഒക്കെ ഞാൻ വരാം. ഞാൻ ഒരു കാര്യം, നമ്മളിപ്പോ വണ്ടി തന്നെ, നമ്മളെ ചാനലിന്റെ വണ്ടി പല വഴിക്ക് തിരിഞ്ഞിട്ട്, ഇവിടെ ഒരു നാട്ട് മന്ത്രിയായിരുന്നു, നാനോട്ട് MLA ആയിരുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രിമാരിലെ ഏറ്റവും ജനങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്ന VP സിംഗുമായും അങ്ങനെയുള്ള ഭയങ്കര ബന്ധങ്ങളുള്ള ആളായിരുന്നു, എത്രയോ തവണ മന്ത്രിയായിട്ടുള്ള ആളാണ്. ഒരു പൊതു റോഡ് പോലും വീട്ടിലേക്ക് ഉണ്ടാക്കാൻ നാണോട്ട് മെനക്കേട്ടില്ല എന്നുള്ളത് ഒരു വീട്ടിലേക്ക് ഇതാക്കാന്ന് പറയുന്നത് സാധാരണ നിലയ്ക്ക് നമ്മളെ ഈ വീടുകൾ, ഇത് പോലീസ് ക്വാർട്ടേഴ്സ്, അത് പോലീസ് ക്വാർട്ടേഴ്സ് ആക്കുന്ന കാര്യത്തിനെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ ഞാനടക്കം വളരെ സന്തോഷമുള്ളായിരുന്നു. കാരണം കുറച്ച് മുമ്പ് പോലീസുകാരുണ്ടായിരുന്നു. അപ്പോൾ പോലീസ് ക്വാർട്ടേഴ്സ് അതൊക്കെയായി ആ കുറേ ആളുകളുടെ ഒരു ജീവിതം നമ്മളെ ഈ പ്രദേശത്തും സാധാരണ നിലക്കുള്ള ഒരു നല്ല ജീവിതം എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണ് അത് ആ രൂപത്തിൽ എനിക്ക് നാട്ടുകാർക്ക് വേണ്ടി എനിക്ക് ഇപ്പോൾ ഇവിടെ ഒരു കാലത്ത് നല്ല ഒരു സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ല സഹകരണ സംഖ്യയാണ് ഊരാളങ്കൽ, അതാണ് വലുത്. അപ്പോൾ അതിനെ പോലത്തെ ഒരു വലിയ സ്ഥാപനത്തിൻ്റെ മുന്നോട്ട് പോക്കുണ്ട്. ആ മുന്നോട്ട് പോക്കിനെ ഒരു തരത്തിലും ദുർബലമാക്കാതെ അതിൻ്റെ ചെയർമാനും ആർക്കായാലും മുന്നോട്ട് പോകാൻ പറ്റുന്ന രൂപത്തിലുള്ള സഹകരണം മാത്രമാണ് ചെയർമാൻ എന്നുള്ള നിലയിൽ എൻ്റെ അടുത്തുണ്ടായി. ഈ നാണുവട്ടൻ കോൺഗ്രസിൽ, KSU യൂത്ത് കോൺഗ്രസിൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞ എക്സ്റേ വേണുവട്ടൻ, അങ്ങനെ സംഘടനാ കോൺഗ്രസിന്റെ ഒരു ആരംഭകാലം, നാണുവട്ടൻ കോൺഗ്രസിലേക്ക് എത്തിപ്പെട്ട ഒരു കാലം ഒന്ന് ഓർമ്മിക്കോ? ചെറിയൊരു ഭരണത്തിൽ അതിന്റെ വർഷം ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു, ഓർക്കുന്നുണ്ടാവും. ഞാൻ എൻ്റെ ചെറുപ്പകാലം തന്നെ ഇവിടെ ഈ വേണു ഇവിടെ വന്നു, കോഴിക്കോട് നിന്ന് വന്നത്. വേണു ഇവിടെ വന്ന് ഇതൊക്കെ എക്സ്റേ എടുത്ത് തോരുന്നത്, അതിങ്ങനെ ഇതായി. അപ്പോൾ ഇത് ഇങ്ങനെയായ എക്സ്റേ പിന്നെ ജീവനക്കാരൻ, അങ്ങനെയാണ് എക്സ്റേ വേണ്ടെന്ന് പേര് വരുന്നത്. എക്സ്റേ ടെക്നീഷ്യനാണ്. അതെ. അപ്പോൾ അയാളിങ്ങനെ ആയപ്പോൾ എന്നെ കൊണ്ട് ആരോ പറഞ്ഞു, നാണു കോൺഗ്രസിനോടൊരു അനുഭാവമാണ്, കോൺഗ്രസിനോട് അനുഭാവമുള്ള ആളാണ്. അപ്പോൾ 2 ദിവസം 3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ പിടിച്ചു. എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഒരു ആള് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. അതാണ് വേണു. ആ വേണുവിൻ്റെ കൂടെ അയാൾ ജീവിക്കുന്ന കാലം വരെ വേണു എന്ന് പറയുന്ന ഒരുത്തനാണ് നാണോട്ടിൻ്റെ ശരിക്ക് എന്നെ കോൺഗ്രസിലേക്കും ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലക്ക് എൻ്റെ ക്യാരക്ടർ നന്നാക്കിയത് എടുത്തതും എന്നെ ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തകനാക്കിയതും വേണുവാണ്. സേവാദൾ യൂണിറ്റ്, അതിൻ്റെ സേവാദൾ യൂണിറ്റ് വളരെ സജീവമായിരുന്നു. അപ്പോൾ അന്ന് ഒരു പൊതുയോഗത്തിൽ ഇവിടെ വടകര ഒരു കാലത്ത് പ്രാസംഗികന്മാരുടെ വളരെ കുറവായിരുന്നു, പ്രധാന കേന്ദ്രമായിരുന്നു. സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ, കോൺഗ്രസിൻ്റെത് കുറവായിരുന്നു. അപ്പോൾ 1-2 ആളുകൾ കുറവായ ഘട്ടത്തിൽ വേണുവും ഞാനും എല്ലാം ഒരുമിച്ച് ഞങ്ങൾ പ്രവർത്തിച്ച് ഇവിടുത്തെ കോൺഗ്രസ്സിലെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് നമ്മളെ കൂടെ വന്നു. അവരൊക്കെ പ്രധാനികൾ വന്നു. അവർ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് അവരുടെ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ അവരൊക്കെ വന്ന് ഒരു നല്ല പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസിൻ്റെ സേവാദൾ യൂണിറ്റ്, അത് ഒരുപക്ഷെ അത്ര വേണുവിൻ്റെ ആ സ്ട്രെങ്ത്തിൻ്റെ അനുസരിച്ചുള്ള വേറെ ഒന്നും ഉണ്ടായില്ല. എനിക്കൊരു തലവേദന വന്നാൽ എന്നെ എവിടെ കൊണ്ടുപോകണമെന്ന് വേണുവിനറിയാം, വേണു അവിടെ കൊണ്ടുപോകും. അത്രയും അറ്റാച്ച്മെൻറ്റിൽ അവനറിയാം, അങ്ങനത്തെ ഒരുത്തനാണ്.
അപ്പോൾ വേണു നമ്മളെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യും, പ്രകൃതി എന്താ പറയുക. അതെ 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 അതെ. വേണുവിനെ പോലത്തെ ഒരുത്തന് ഞങ്ങളെ എങ്ങനെയാണ് വരുന്നത്, KPCC ഓഫീസ് വേണുവിൻ്റെ അടുത്ത് KPCC പ്രസിഡന്റ് വരുമ്പോൾ എക്സ്റേയിൽ വേണു ടെക്നീഷ്യൻ അവൻ ഫോട്ടോ എടുക്കുകയായിരുന്നു. ഒന്ന് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കും. അത് തിരിച്ച് വേണു അതിൻ്റെ നിർത്തി ഈ നേതാവ് വലിയ KPCC പ്രസിഡൻ്റായിരുന്ന പേര് പിന്നീട് ഞാൻ പറയാം, അവരൊരുമിച്ച് അദ്ദേഹവും വേണു വേറെ ഒരാളെ കാണാനായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും. ഞങ്ങൾക്കൊന്നും സ്ഥാനമില്ല, വേണു തന്നെ പോകും. അതെ, ഞങ്ങളിപ്പോൾ അടുത്ത കാലത്ത് ഈ ഇറങ്ങിയ ഒരു മംഗളം പത്രത്തിലെ മംഗളം, അതിന് കേരളത്തിലെ പ്രമുഖനായ ഒരു പത്രപ്രവർത്തകനാണ് COT അസീസ്. അദ്ദേഹം സപ്ലിമെന്റില് സൺഡേയില് ഒരു സാധനം ചെയ്തിട്ട് അതിൽ പറയുന്നുണ്ട്, നാണോട്ടൻ മന്ത്രിയായിരിക്കുമ്പോഴും നാണോട്ടൻ MLA ആയിരിക്കുമ്പോഴും നാണോട്ടൻ ഒരു നേതാവായിരിക്കുമ്പോഴും ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നു, നടന്ന് വടകര ഗസ്റ്റ് ഹൗസിൽ നിന്ന് വീട്ടിൽ വരുന്നു. ഇപ്പോൾ കുട്ടി ഇപ്പം എല്ലാ രാഷ്ട്രീയ നേതാക്കളെ കുറിച്ചും ആളുകൾ പറയുന്ന ഒരുപാട് പരാതികളുണ്ട്. ഇപ്പോൾ മക്കൾ രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ കാലഘട്ടം, അവനവിടെ ജോലി ഇവിടെ ജോലി മേടിച്ചു കൊടുത്തു. പക്ഷെ യഥാർത്ഥത്തിൽ ഇളയ മകൻ ഡോക്ടറാണെന്ന് തോന്നുന്നു അല്ലേ, അത് അദ്ദേഹത്തിൻ്റെ സ്വപ്രയത്നം കൊണ്ടാണ്. അതെ, പിന്നെ സുധീർ ഇപ്പം അത്യാവശ്യം ഇൻഷുറൻസും സംഭവമൊക്കെ ആയിട്ട് ഈ മക്കളെ ഈ അങ്ങനെ ഇപ്പോൾ ഒരു മക്കളുടെ രാഷ്ട്രീയം, മക്കളെ സൂക്ഷിക്കുന്ന, മക്കൾക്ക് ജോലി മേടിച്ചു കൊടുക്കുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് ഈ COT അസീസ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലാളിത്യം, ഈ ഒരു എളിമ ഈ പുതിയ തലമുറ, പുതിയ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിലവിലെ നേതാക്കന്മാർക്കില്ല. അപ്പൊ നാണോട്ടൻ എങ്ങനെയാണത്? അത് ഒന്ന് എൻ്റെ ഇവനെ സുധീർ കോളേജിൽ പഠിക്കുന്നു. പിന്നെ ഞാൻ MLA ആയിരിക്കുന്ന അവസരത്തിൽ ഇവരെല്ലാം അവിടെ പഠിക്കുകയും ജോലി എല്ലായിടത്തും തരത്തിലുള്ള ജോലികളുണ്ട്. ഒരു മറ്റവൻ ഇപ്പം ആയുർവേദ ഡോക്ടർ, അവനിടയ്ക്ക് ഇവിടെ വരും. അപ്പോൾ ആ രൂപത്തിൽ എന്നെക്കാളും നല്ല സാമ്പത്തികമായി കഴിവുള്ള രൂപത്തിൽ അവർ പോകുന്നു, അതിൽ പറയുന്നില്ല. പിന്നെ ഞാൻ അന്ന് വേണുവിൻ്റെ അടുത്തുള്ള ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിലാണ് ഞാൻ നന്നായി മുന്നോട്ട് പോകുന്നത്. നന്നായി മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അത് എന്തോ എനിക്കറിയില്ല, ഞാൻ വലിയ പണ്ഡിതനൊന്നുമില്ല. നിങ്ങൾ വന്നാൽ ഞാൻ ഇന്ത്യ നല്ല പ്രഭാഷകനാണ്. ഞാൻ നിങ്ങളോട് ഇന്ത്യ പറയുന്നത് നിങ്ങൾ എന്നോട് പറയാം, ഞാൻ ഇംഗ്ലീഷ് പറയുന്നത് നിങ്ങൾ. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഇതെന്തൊരു കഥയായത്, ഇങ്ങനെ ആ രൂപത്തിലുള്ള ഒരു ജീവിതം എനിക്കുണ്ടായിരുന്നു. അത് വേണുവാണ് അതിൻ്റെ കാരണക്കാരൻ. വേണുവിൻ്റെ അവിടെ എക്സ്റേയിൽ CK ഗോവിന്ദൻ നായർ KPCC പ്രസിഡന്റ്. ആ CK ഗോവിന്ദൻ നായർ എക്സ്റേയിൽ ഇതുപോലത്തെ ഒരു മുറി CK ഗോവിന്ദൻ നായർ കയറും. CK ഗോവിന്ദൻ നായർ റൈറ്റ് CK ഗോവിന്ദൻ നായർ കയറിയിട്ട് എന്താ ചെയ്യാന്നറിയോ, CK അവിടെ ഇരിക്കും, വേണുവും CKനെ നോക്കും, എക്സ്റേ അത് ഇതെല്ലാം എടുത്ത് പണിയൊക്കെ കഴിത് CKനെ വേണുവും നോക്ക്, വേണുവും CK ഇരിക്കും. CK ഗോവിന്ദൻ നായർ എന്ന് പറഞ്ഞാൽ നാഷണൽ കോൺഗ്രസിൻ്റെ അന്നത്തെ പ്രധാനപ്പെട്ട ലീഡേഴ്സിൽ PCC അധ്യക്ഷനാണ്, പ്രധാനിയാണ്. അയാൾ വക്കീലും ഇതൊക്കെ ആയിട്ടുള്ള കഴിവുള്ള ആളാണ്. CK ഗോവിന്ദൻ നായർ അന്ന് കേരളത്തിലെ വേണു, അയാൾ എക്സ്റേയിൽ വന്നാൽ വേണു നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് തരുന്നവരെ CK ഗോവിന്ദൻ നായർ എടുക്കും. അതിനുശേഷം CKയും ഇവനും ഇറക്കുക, CK ഇറക്കുക ഭക്ഷണം കഴിക്കാൻ. അതൊരു മുമ്പിൽ ചിലപ്പോൾ CK ആയിരിക്കും. നാണോട്ടെ മന്ത്രിയായി MLA ആയി ആദ്യ തോൽവി, പരാജയ ജീവിതത്തിൽ ഒരു മത്സരിച്ച സമയത്ത് ഒരു പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു. അതേതാ? MLA ആയിട്ട് മത്സരിച്ചിട്ട് തോറ്റിരുന്നു ഏതെങ്കിലും ഒരു സമയത്ത്? ഇല്ല, ജയം ഉണ്ടായിരുന്നു. വടകര MLA ആയിരുന്നു, ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നു. അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്, നാണോട്ടൻ പിന്നെ മന്ത്രിയായ ആദ്യ സമയം നമ്മുടെ LDF ഗവൺമെന്റിൽ മന്ത്രിയായി, വനം പിന്നെ ട്രാൻസ്പോർട്ടാണെന്ന് തോന്നുന്നു അല്ലേ, മന്ത്രിയായ സമയത്ത് നാണോട്ടൻ ആദ്യം പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സീനിയറായ നേതാവ് TO ബാവയുടെ വീട്ടിലേക്കാണ്. നാണോട്ടൻ അവിടെ പോകുന്നു. എൻ്റെ ഒരു മാധ്യമം വാർത്തയുടെ അറിവെന്നാണ് ഞാൻ പറയുന്നത്. അവിടെ നാണോട്ടൻ പോകുന്നു. നാണോട്ടൻ ആദ്യം അവിടെ ചെല്ലുന്നത് പിന്നെ അനുഗ്രഹം മേടിക്കാനോ മറ്റോ ആണ്. അനുഗ്രഹം മേടിക്കുന്നു. പക്ഷെ അദ്ദേഹം നാണോട്ടിന് കൈമാറിയിട്ടുള്ളത് ഒരു വിശുദ്ധ ഖുറാനായിരുന്നു. ഓർമ്മിക്കാം അല്ലെ? ശരിക്കും അങ്ങനെയാണ്.
വിശുദ്ധ ഇതെന്താന്ന് പറഞ്ഞാൽ ബാബാ സാഹിബൊക്കെ ഇന്നത്തെ രാഷ്ട്രീയക്കാരത്തെ പോലെയല്ല. പൊളിറ്റിക്സിൽ കോൺഗ്രസിന് കിട്ടിയ പെർഫെക്റ്റായ ആളുകളാണ് ബാബാ സാഹിബ്. കറപ്ഷൻ ഒന്നും ഇല്ലാത്ത കെ ഗോപാലൻ, അതുപോലത്തെ കുറച്ച് ആളുകളുണ്ട്. അവരൊക്കെ അത് ഒരു ഘട്ടത്തിൽ എനിക്ക് അനുഭവപ്പെട്ടത്, കോൺഗ്രസിൽ ഡിവിഷൻ വന്നു. ആ ഡിവിഷൻ വന്നപ്പോൾ കുറേ ആളുകൾ പലയിടത്തിലായിരുന്നു. ആ ഘട്ടത്തിൽ ഞാൻ അടിയന്തരാവസ്ഥൻ്റെ ആ ടൈമിൽ ഞാനിങ്ങനെ ഇവരെ ശങ്കരനാരായണൻ ഉണ്ടെന്ന് ഞങ്ങളിങ്ങനെ നടന്ന് ഇവരെ എല്ലാവരും പോകുന്ന അവസരത്തിൽ അവിടെ തിരുവനന്തപുരത്ത് ഞാൻ ആ തിരുവനന്തപുരത്ത് ഓഫീസിൽ തന്നെ താമസിക്കുന്ന സ്ഥിതിയായി. ആ താമസിക്കുന്ന ഘട്ടത്തിൽ ഇതിങ്ങനെ ഇരിക്കുമ്പോൾ ഗോപാലേട്ടനായാലും ഇതിൻ്റെ ഒരു ജീവനാഡികൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇന്നും കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് സുന്ദരേശ് നായർ വീട്ടിൽ ഞാൻ പോയി. സുന്ദരേശ് നായർ ഇല്ല. സുന്ദരേശ് നായരെ മകൻ സുന്ദരേശ് നായരെ പറ്റി ശ്രദ്ധിക്കുന്ന അത്തരം കാര്യങ്ങളെല്ലാം ഉള്ളത്. അവിടുന്ന് ഞാൻ അവരെ നോക്കി. അപ്പോൾ ഇതെന്താന്ന് പറഞ്ഞാൽ, ഒരു കാലത്ത് എന്നെ ഞാനാക്കിയത് വേണുവാണ്. വേണുവല്ലേ ഞാൻ ഫുട്ബോൾ കളിച്ച്, ബാസ്കറ്റ് കളിച്ച്, വേറെ തരത്തിൽ നല്ല ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. ഫുട്ബോൾ, ബാസ്കറ്റ് രവി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ടീം ആ കാലത്തുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്ക് പിന്നെ സേവാദളും എനിക്ക് പിന്നെ വേറൊരു ധിക്കാരം എന്താന്ന് പറഞ്ഞാൽ, ചെറുപ്പത്തിൽ ഹിന്ദി പടം കാണുമായിരുന്നു. ഹിന്ദി പടം ഹിന്ദിൻ്റെത് അതിൽ ഞാൻ കോൺഗ്രസ് അനുഭാവിയായിരുമ്പോൾ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുമല്ലോ. ആ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പിൽ മുസ്ലിംസിന് താഴെ അങ്ങാടിയിൽ നിന്ന് ഭയങ്കരമായി ലീഗിൻ്റെ വക വിമർശനം ഉണ്ടാവും. മുസ്ലിം ലീഗിന്റെ കോൺഗ്രസിനെ വിമർശിക്കാനുണ്ടാവും. അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ആള് മമ്മുവാജി, NBC തായങ്ങാടിയല്ല, അയാൾ കൊപ്ര കച്ചവടത്തിൽ വലിയ പ്രധാനി. ആ കാലത്ത് ലീഗിന്റെ അല്ലല്ല, നമ്മളെ കോൺഗ്രസിന്റെ നേതാവ്. അപ്പോൾ മമ്മുവാജി ഞാൻ ഇതിലൊക്കെ വരും, ഇതിലൊക്കെ വന്ന് കരിയിടുവോ മമ്മുവാജിക്ക് കാര്യമായിട്ട്. മമ്മുവാജി എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒന്ന് നമ്മളെ ആളുടെ പ്രസംഗം വേണ്ടേ. മമ്മുവാജി എന്താന്ന് പറഞ്ഞാൽ, മമ്മുവാജി നമ്മളെ ഇതിൻ്റെ സ്വന്തം ആളാണ്. അപ്പം മമ്മുവാജിയോട് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് അപ്പോൾ ഒരു ദിവസം അധികവും എന്താ എന്ന് പറഞ്ഞാൽ, ഈ തമിഴ് അറിയുന്നവരും ഹിന്ദി അറിയുന്നവരുമാണല്ലോ അധികം നമ്മളെ ഇല്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ വെച്ചാണ് ആര് വരിക, കോൺഗ്രസും മറ്റൊരു വരിക. അപ്പോൾ ഒരു ദിവസം ഞാൻ ബായിയും പകനും എൻ്റെ പക മമ്മാജി ഇങ്ങനെ നോക്കിയിട്ട്, പിന്നെ എനിക്ക് അറിയാത്തതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ സിനിമ കണ്ടിട്ടുള്ള ഇതല്ലേ, ഞാനെന്ന് പറയും, മറ്റുള്ളവർ പറയും മമ്മാജി ഏത് തരത്തിലുള്ള നേതൊക്കെ ഞാൻ ഒരിക്കലും ഞാൻ വടകരയിൽ ഒരു മാധ്യമ പ്രവർത്തനായി നിൽക്കുന്ന ഘട്ടത്തിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് വടകര ടൗൺ ഹാളിൽ AK ആന്റണി പ്രതിരോധ മന്ത്രിയാണ്. അദ്ദേഹം വടകരയിൽ ഒരു ഫംഗ്ഷന് വരികയാണ്. അപ്പോൾ ടൗൺ ഹാളിൽ ആന്റണി പ്രസംഗിക്കാൻ വേണ്ടി വിളിക്കുന്നു. ആന്റണി പ്രസംഗിക്കുന്നു. അപ്പം നാണോട്ട് എനിക്ക് തോന്നുന്നു സദസ്സിലാണുള്ളത്, സ്റ്റേജിലല്ല. അപ്പോൾ ആന്റണി വന്ന് പറയുന്നുണ്ട്, പിന്നെ നാണോട്ടൻ സ്റ്റേജിലേക്ക് വരൂ, എന്നിട്ടേ ആന്റണി പ്രസംഗം തുടങ്ങിയിട്ടുള്ളൂ. അതേ ഒരു സമാന അനുഭവം ഈ 3 മാസങ്ങൾക്ക് മുമ്പ് വടകരയിൽ ഒരു ജില്ലാ ആശുപത്രി ഉദ്ഘാടന വേളയിൽ സഖാവ് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന പ്രസംഗം അദ്ദേഹം ആരംഭിക്കുന്നതിന് മുമ്പ് നാണോട്ടൻ്റെ മകൻ സുധീറും ഒക്കെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു, വേദിയിലാണ്. അപ്പം പിണറായി വിജയൻ പറയുന്നുണ്ട്, നാണോട്ടനെ 2 പേർ ചേർന്ന് സഹായിച്ച് സ്റ്റേജിൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, 2 പേർ ചേർന്ന് സഹായിച്ച് നാണോട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട്. ആന്റണി ആയിട്ടൊക്കെ അത്ര തരത്തിലുള്ള ഒരു ആന്റണി കുറെ ചെറുപ്പത്തിൽ ഇവിടെ നാണോട്ട് അന്തോണി എന്ന് വിളിക്കാറുണ്ടായിരുന്നു. ഈ വടകരക്കുള്ള ഒരു പ്രത്യേകത, KSU കേരളത്തിലെ ഏറ്റവും നല്ല പ്രസ്ഥാനമായത് വടകരയാണ്. വടകരയിൽ നിന്നാണ്. KSUവിന്റെ മണ്ണായിരുന്നു. മടപ്പള്ളി കോളേജിൽ പ്രധാനമായി ലീഡർഷിപ്പ് KSU ആയിരുന്നു. എനിക്കറിയാമെന്നറിയില്ല, മരിച്ചുപോയി. മുസ്ലിമാണ് അവൻ്റെ, മുഹമ്മദോ എന്തോന്ന്. നമ്മളെ ആ മണ്ഡലം ഏത്
കോളേജിൻ്റെ കുറച്ച് ഇപ്പുറം മടപ്പള്ളിയുടെ ഇങ്ങേ അഴിയൂരല്ല ഇപ്പുറത്ത് നല്ല നീണ്ട ഒരുത്തനായിരുന്നു. അവനൊക്കെ നമ്മളെ ഉണ്ടായത്. അവൻ എന്തോ സുഖമില്ലാണ്ടായി മരിച്ചുപോയി. നല്ല ടീമിനെ വെച്ചിട്ട് നമ്മൾ കടപ്പുറത്തും അവിടെ ഇവിടെയെല്ലാം പോയി. പിന്നെ പാർട്ടിയിൽ തന്നെ ബഹളം വന്നല്ലോ. അതിൽ ഞാൻ KSUവിൽ ഒരു വലിയ വിങ് നമുക്കെതിരെ, ആൻ്റണിയും മറ്റേ ഇവരെല്ലാം. അപ്പോൾ അവിടെ എൻ്റെ കൂടെ ചിലരുണ്ട്. അങ്ങനത്തെ ഒരു കാലഘട്ടം. വയലാർ രവി ആയിട്ടൊക്കെ വയലാർ രവി ആക്കി അതിലൊരു പങ്കാളിത്തം അങ്ങനെ ഒരു ഉണ്ട്. അല്ല, അതിലെന്താന്ന് പറഞ്ഞാല് ഇവിടെ വടകരയാണ് ഒരു തരത്തിൽ KSUവിൻ്റെ ആ കാലത്ത് അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ചെറുതല്ല. ഇപ്പോൾ സുധാകരൻ കെ സുധാകരൻ ഇവിടെ വരും. കെ സുധാകരൻ KSUവിൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റോ ജില്ലാ സുധാകരൻ പേഴ്സണലായിട്ട് ഞാനുമായിട്ട് സംസാരിക്കുന്ന ഘട്ടത്തിൽ സുധാകരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വടകരയാണല്ലോ, നാണോട്ടുള്ള ബന്ധമൊക്കെ അറിയാലോ, എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ രാഷ്ട്രീയ ഗുരു, എൻ്റെ ലീഡർ നാണോട്ടനാണ്. ഭാര്യ മരിച്ചപ്പോൾ അറിഞ്ഞപ്പോൾ ഉടൻ വന്നിരുന്നു തോന്നുന്നു, അന്ന് പെട്ടെന്ന് എത്തിയെന്ന് തോന്നുന്നു. സുധാകരനായിട്ട് നല്ല ബന്ധം, ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? അത് അങ്ങനെ എന്താന്ന് പറഞ്ഞാൽ സുധാകരനെ പോലത്തെ തൻ്റെ ഉള്ള ഒരു തന്നെ പൊളിറ്റിക്സിൽ കണ്ടിട്ടില്ല ഞങ്ങള്. അത് അതിൽ രണ്ട് ഉണ്ട്. ഒരു തലത്തിൽ കമലാടിത്തിയുടെ ഭർത്താവ്, ഞാൻ, സുധാകരൻ, വേറെ രണ്ടാളുണ്ട്. അപ്പോൾ അതിൽ ഇതിലാർക്കോ ദേഷ്യം പിടിച്ചു. അപ്പോൾ ദേഷ്യം ഇങ്ങനെ സുധാകരൻ ഏറ്റെടുത്ത് ഇതാക്കി. അപ്പോൾ ഞാനിങ്ങനെ ഇവനെ നോക്കി, ഇവൻ എന്നെ നോക്കിയിട്ട് ഇവനെ ദേഷ്യം പിടിക്കുന്നു. ഞാനിങ്ങനെ നോക്കുമ്പോൾ മറ്റൊന്ന് സുഖമായിട്ടോ പറഞ്ഞു, നിങ്ങൾ ചെയ്തത് തെറ്റാണ്, ഞങ്ങളെ ഇതല്ലേ ഇവിടെ. ഞാൻ സുധാകരനും ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഇയാൾ അപ്പാട് പിടിച്ചിട്ട് കമലടിച്ചോട് പറയും, നിങ്ങളിവിടെ ഇരിക്കും. ആരും മറ്റേയാൾ, അതൊന്നും ഞാനിരിക്കുന്നില്ല, നിങ്ങളോട് നമ്മൾ കാണിച്ച തെറ്റാണ്. അങ്ങനെയുള്ള ഇതിപ്പോൾ ഉള്ളത് ഒരു ഇപ്പോൾ ഒന്നും അതിനില്ല, കാരണം എനിക്കതിന് കഴിയില്ല. സുധാകരനെ പോലത്തെ ഒരു പൊളിറ്റിക്കൽ വർക്കറാ ഞാൻ കണ്ടിട്ടില്ല. ഇല്ല. ഞാൻ ഒരിക്കൽ ഞാനും ഇയാളും തമ്മിൽ ആദ്യം കാണുന്നത് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇല്ലേ, കോൺഗ്രസ് അവിടെ കണ്ണൂർ ജില്ല അവിടെ. അപ്പോൾ ഞാനവിടെ ഇത് എഴുതാനും അതിന് തൊഴിലായിട്ട് ഞാനും ഉണ്ട്. അപ്പോൾ സുധാകരൻ ബ്രണ്ണൻ കോളേജിൽ പഠിക്കുക. ആ ബ്രണ്ണൻ കോളേജിൽ പഠിക്കുന്ന സുധാകരൻ, ബ്രണ്ണൻ കോളേജിൽ ഞാൻ അറിയുന്നത് എന്തോ ഒരു ചെറിയ സംഭവം ഉണ്ടായി. ആ സംഭവത്തിന് ഒന്നും നോക്കാതെ നേരിട്ടിട്ട് മറ്റവനെ രക്ഷപ്പെടുത്തി ആ കാലത്ത്. അപ്പോൾ അവനൊരു വല്ലാത്തൊരു ക്യാരക്ടറാണ്. വല്ലാത്ത ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കണ്ണൂർ CPMൻ്റെ വളരെ സ്ട്രോങ് പൊളിറ്റിക്സ് ഉള്ള ആ സ്ഥലത്താണ് അവൻ ഫൈറ്റ് ചെയ്തിട്ട് അവനായി മാറിയത്. അതൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. ഞാൻ നമ്മുടെ ഈ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ അത് ഓർക്കുന്നുണ്ടോ? അടിയന്തരാവസ്ഥയിൽ നാണോട്ടാ, അടിയന്തരാവസ്ഥയിൽ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. എത്ര കുറെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിമാരിൽ വളരെ അടുപ്പമുള്ള കുറെ ആളുകളുണ്ട്. VP സിംഗ് ആയാലും, ചന്ദ്രശേഖർ ആയാലും, ഇപ്പൊ ദേവഗൗഡയായാലും, പിന്നെ അങ്ങനെ പല, രാംവിലാസ് പാസ്വാൻ പ്രധാനമന്ത്രിയല്ല എങ്കിൽ പോലും അവരുമായിട്ടൊക്കെ നല്ല ബന്ധം സൂക്ഷിക്കുന്ന. ഇപ്പൊ ഈ ഇടക്കാലത്ത് ജനതാദൾ സ്പ്ലിറ്റ് ചെയ്യപ്പെട്ട് ആശയപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയെങ്കിൽ പോലും ദേവഗൗഡയുമായിട്ട് നാണോട്ടിന് ശരിക്ക് ഞാൻ പറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരിൽ ഏറ്റവും ആത്മബന്ധമുള്ള ഒരാൾ ആരാണ് ശരിക്ക്? അല്ല, ഞാൻ പറഞ്ഞാൽ ദേവഗൗഡ ഇവിടെ ഈ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ മിക്കവാറും എല്ലാ തെരഞ്ഞെടുപ്പിനും ഇവിടെ വരും. ഇവിടെ വന്ന് ഫണ്ട് നമ്മൾ സഹായിക്കും. പിന്നെ കോഴിക്കോടേക്ക് നമ്മൾ അദ്ദേഹത്തോട് അവിടെ തന്നെ സംസാരിക്കണം. അങ്ങനെ പറഞ്ഞു. തിരുവനന്തപുരത്ത് ഗസ്റ്റ് ഹൗസ് ഇല്ലേ, ആ ഗസ്റ്റ് ഹൗസിൽ അയാൾ വന്നാൽ ഇരുത്തുക, ഞാൻ അവിടെ ഉണ്ടാവും. മറ്റേ അപ്പുറത്ത് ഉള്ള അവിടെ ഇരുത്തി അങ്ങനെ ഒഴിവാക്കുക. ഇപ്പോൾ ഒന്നും അയാളായിട്ട്, അയാൾക്ക് മക്കൾ
ഇത് എൻ്റെ കയ്യിലായിരുന്നു. ഹൈജാക്ക് ചെയ്യപ്പെട്ടു. അപ്പോൾ ആശയപരമായിട്ടും നാണോട്ടൻ പുലർത്തുന്ന ഒരു നിലപാടുകളുമായിട്ടും ഭയങ്കര വ്യത്യസ്തമായി. പക്ഷെ എന്നാലും അയാളെ വ്യക്തിപരമായിട്ട് പലതുമാണ്. ചന്ദ്രശേഖറുമായിട്ട് നല്ല ബന്ധമായി. ചന്ദ്രശേഖരൻ നല്ല ബന്ധമായി. ചന്ദ്രശേഖരൻ്റെ പദയാത്രയിൽ ചന്ദ്രശേഖരൻ്റെ കൂടെ ഞാനുണ്ടായിരുന്നു. ആ പദയാത്രയിൽ അതിൻ്റെ ടൈമിൽ ചന്ദ്രശേഖരനൊരു വീട് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ മലപ്പുറത്തിൻ്റെ കുറച്ചപ്പുറം ഒന്ന് സ്ഥലം മേടിച്ച് ഒരു പാർട്ടി ഓഫീസ്. ഈ സംഘടനാ കോൺഗ്രസ് അങ്ങനെ നിൽക്കുന്നു. കോൺഗ്രസ്സിൽ വന്നു. KSU യൂത്ത് കോൺഗ്രസിൻ്റെ മിക്ക ലീഡേഴ്സുമായും ഇപ്പം ആന്റണിയായിട്ടൊക്കെ കോഴിക്കോട് KPCC ഓഫീസ് അവിടെയൊക്കെ ഒന്നിച്ച് ഒരു പിന്നെ കിടന്നുറങ്ങുക, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക, അങ്ങനെ പല ലീഡേഴ്സും കേരളത്തിലെ. എനിക്ക് ഒന്നിച്ച് വി എം സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അങ്ങനെയുള്ള വളരെ വൃത്തിയിൽ ജീവിക്കുന്ന ചില കോൺഗ്രസ്സുകാർ. അന്ന് ആ കോൺഗ്രസ് വിട്ട് സോഷ്യലിസ്റ്റ് പാതയിലേക്ക് വന്നതിൽ നാണോട്ടിരിപ്പ് ദുഃഖമുണ്ടോ? ഞാൻ വന്നിട്ടില്ലല്ലോ. അല്ല, ലെഫ്റ്റ് ഭാഗത്ത് വന്നല്ലോ കോൺഗ്രസ് വിട്ടിട്ട്, നാണോട്ട് ഒരു ലെഫ്റ്റ് മോഡിലേക്ക് വന്നില്ലേ? അതില് ഒരു ഉണ്ടോ ഇപ്പൊ? ഇല്ല ഇതൊന്നുമില്ല. എന്താന്ന് പറഞ്ഞാൽ നമ്മള് ഇപ്പൊ K. ഗോപാലൻ, കമലം, അങ്ങനെ നമ്മുടെ കൂടെ ഉണ്ടായ ഒരു ടീമുണ്ട്. അവരെ പോലെ വ്യക്തിപരമായി ഒന്നും ഉണ്ടാക്കാതെ പാർട്ടിക്ക് പൊളിറ്റിക്സിന്. ഇപ്പം ഞാൻ ഉദാഹരണം, ഞാൻ നിയമസഭയിൽ ആദ്യം തന്നെ ഞാൻ മിനിസ്റ്ററായി. ആ മിനിസ്റ്ററായ അവസരത്തിൽ ബഹളം എന്നറിയോ? ഗോപാലട്ടെ ഇവനെൻ്റെ കയ്യും ഇവനാക്കി അയാള് നമ്മളെ ആളുകളോട് ഈ പറയാ. എന്നിട്ട് എന്നെ ഇതാക്കുന്നു അയാളാണ്. ആന്റണിക്കല്ല എന്താന്ന് പറഞ്ഞാൽ ഗോപാലേട്ടനൊരു കാര്യം പറഞ്ഞാൽ ആന്റണി ആരായാലും ഗോപാലേട്ടൻ പറയുന്നതിന് അംഗീകരിക്കും. അപ്പൊ ഇവർക്ക് അറിയാം, ഇവർക്ക് ആദ്യം തന്നെ അറിയാം നാണു എന്ന് പറഞ്ഞാൽ ഗോപാലേട്ടൻ ഇങ്ങോട്ട് കയറി വരും. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതിലൊക്കെ ഞാൻ പറയണേ, നമുക്ക് ഒരു ടേമിൽ ഇപ്പോൾ ചന്ദ്രശേഖരൻ്റെ വീട് ഡൽഹിയിൽ ഞാൻ, സുന്ദരേശ് നായർ, ഞങ്ങളെല്ലാം അവിടെ പോയിരുന്നു. അത് പല ചന്ദ്രശേഖരൻ്റെ ഇതുണ്ട്. പിന്നെ ഇവിടെ തന്നെ നമ്മൾ ചന്ദ്രശേഖരനില്ലേ കേരളത്തിലെ, കെ ചന്ദ്രശേഖരനും ഞാനുമൊക്കെ ഡൽഹി പോയി. അത് കഴിഞ്ഞ് അവിടുന്ന് ഞങ്ങൾ ഒരു നദിയില്ലേ, എന്ത് നദി എന്നാ പറയുക, ആ നദിയിൽ ചന്ദ്രശേഖരനൊരു പ്രത്യേക ടൈപ്പാണ്. ചന്ദ്രശേഖരൻ നമ്മൾ മൂന്നാൾ കൂടി ചന്ദ്രശേഖരൻ്റെ കൂടെ ഇങ്ങനെ പോയി പുഴേൻ്റെ കരയിലെന്ന ചന്ദ്രശേഖരന് ഇത് ഇങ്ങനെ ഒരു ഒരു പഴയ ഈ ഹിന്ദു ഇതാണ്, ഒരു എന്തോ അയാൾ പേരെന്നോട് മറന്നുപോയി. അയാൾ ഇതിൻ്റെ ഇതാക്കും, നിങ്ങൾ വെക്കുന്നുണ്ടാവും. ഒരൊറ്റ ഭയങ്കര തടിയൊക്കെയാണ് ചന്ദ്രശേഖരൻ. ഇതാണ് ചന്ദ്രശേഖരൻ. പറഞ്ഞ വിഷയം യമുന, ആ വലിയ നദിയില്ലേ, ആ നദീൻ്റെ അടുത്ത് ഇവിടുന്ന് ഞങ്ങൾ അവിടെയാണ് മറ്റേ മുസ്ലിം വലിയ ഇതിൻ്റെ ഒരു ഇത് ഒരു വലിയ താജ്മഹലോ ആ താജ്മഹൽ അതുപോലത്തെ പലതും ഉള്ള സ്ഥലം ഒരുമിച്ചുള്ള ഹിന്ദുസിൻ്റെ ഇതുണ്ട്. അതല്ലേ ഈ താജും ഇതൊക്കെ കാണണ്ടേ നിങ്ങൾ? ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ. വടകരയില് നാണോട്ടൻ നിന്നാൽ LDFന്റെ കയ്യിൽ നിന്ന് സീറ്റ് പോവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇപ്പോൾ ഉണ്ട്. ഇപ്പം സോഷ്യലിസ്റ്റുകൾ കേരളത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ഏറാമല, സോഷ്യലിസ്റ്റുകൾ സ്വാധീനമുള്ള വലിയ സ്ഥലമാണ്. സോഷ്യലിസ്റ്റുകൾക്ക് നിർണായക സ്വാധീനമുള്ള സ്ഥലമാണ്. വടകരയിലെ ഏറാമലുണ്ട്, ഒഞ്ചിയുണ്ട്, വില്യാപ്പള്ളി, കുനിങ്ങാട്, ആ ഭാഗമൊക്കെ. മൊത്തത്തിൽ ഇത് ചിതറിക്കിടക്കുകയാണ്. നാണോട്ടൻ ഇനിയൊരു ഊഴം, നാണോട്ട് ഇപ്പോൾ ശാരീരിക പ്രശ്നങ്ങളുണ്ട്, അത്യാവശ്യമുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നാണോട്ട് നിൽക്കുമോ ഇനി വടകര ഒരു സീറ്റ് തിരിച്ചു പിടിക്കാന്നുള്ള ലക്ഷ്യം? ഞാൻ അങ്ങനെ പറയുന്നതല്ല. ഞാൻ കുറേ കൊല്ലം MLA ആയി, മിനിസ്റ്ററായി. അതിലൊന്നും ഞാൻ ഒരു അനാവശ്യമായിട്ടൊരു ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് അത് ചന്ദ്രശേഖരൻ എന്നോട് പെരുമാറിയ ചന്ദ്രശേഖരനെല്ലാം ഞാൻ
ചന്ദ്രശേഖരൻ ഒരു ദിവസം ഇവിടെ വന്നു. മിനിസ്റ്റർ ചന്ദ്രശേഖരൻ ഒരു പരിപാടിക്ക് വന്ന് വടകര കോഴിക്കോട് കടപ്പുറത്ത് എന്തൊരു ഇതാണ്. അപ്പോൾ ഞാനുണ്ട്. അപ്പോൾ ചന്ദ്രശേഖരൻ ഇങ്ങനെ ചെയ്ത വൈ ഡോണ്ട് യു ഇൻഫോം മീ. ഞാൻ അയാളെന്താ പേര് അറിയിക്കാറ്. ഞാൻ പറഞ്ഞു ഐ ട്രൈ ടു യെസ് ഐ നോ ദാറ്റ് എന്ന് പറഞ്ഞ് അങ്ങനെ അതെല്ലാം എൻ്റെ ഒരു ബ്രദേഴ്സാണ്. പക്ഷെ ഒരു ഘട്ടം വന്നപ്പോൾ ചന്ദ്രശേഖരൻ ഒരു വലിയ മുതലാളിമാരെ അല്ല കുറച്ച് അങ്ങനെ ഒരു വലതുപക്ഷ അല്ല അയാൾ വന്നു. അപ്പം നമ്മൾ അയാളെ ബുദ്ധിമുട്ടിച്ചാൽ ചന്ദ്രശേഖരൻ അങ്ങനെ നിൽക്കും. ഞാനും ഞങ്ങള് എന്നായാലും ഞാനും ഒക്കെ പറഞ്ഞാൽ ഞങ്ങൾ വലിയ അന്ന് ഇന്ത്യയിലെ കോടീശ്വരനായ ഒരാളെ സ്ഥാപനത്തിൻ്റെ അവരൊക്കെ നാണോട്ടിനോട് വലിയ പൊളിറ്റിക്കൽ അറിവൊന്നും ഇല്ലാത്ത ആളാണ് ഞാൻ. രാഷ്ട്രീയമായ വലിയ അറിവൊന്നും ഇല്ലാത്ത ആളാണ്. നാണോട്ടിന് മുമ്പിൽ ഇരിക്കാന്നുള്ള തന്നെ ഒരു ഭാഗ്യം കിട്ടിയ ആളാണ് ഞാനൊക്കെ. നാണോട്ടിനോട് ഇപ്പോഴത്തെ രാഷ്ട്രീയമായ ഒരു പർവ്വതത്തിന് മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ കുറെ വിഡ്ഢി ചോദ്യം ചോദിക്കുന്ന ഒരു ആളല്ല ഞാൻ. നാണോട്ടാ 1977 ഉണ്ടായ ഒരു സഖ്യം, ഇന്ത്യയിലെ സുപ്രധാനമായ ഒരു ജനതാ സഖ്യം, എല്ലാവരും ചേർന്നുള്ള ഒരു സഖ്യം, അങ്ങനെ ഒരു സാധ്യത ഇനി ഇന്ത്യക്കുണ്ടോ അല്ലെങ്കിൽ ഉണ്ടാവുമോ? ഞാൻ ഇതുപോലത്തെ ഒരു സഖ്യം ഉണ്ടാവുന്ന എൻ്റെ പ്രതീക്ഷ. കാരണം ജനാധിപത്യവാദികൾ ഇതിലുള്ളതാണ്. ഞാൻ അതിൽ അനുഭവം ഉണ്ടായത് ബോംബെയിൽ ഞങ്ങളൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ സുധാകരൻ, പിന്നെ ഗോപാലേട്ടൻ, കമലെടുത്തി ഭർത്താവ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുമ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞതാണ്, നമ്മളെ പ്രസ്ഥാനത്തിന് ഇനി എറിയരുത്, നമ്മളിതാക്കണം. അതിൻ്റെ ആ വക്താവാണ് ഫസ്റ്റ് സുധാകരനാണ്. അവൻ മാനസികമായിട്ട് ഇതിൻ്റെ എങ്ങനെ സംരക്ഷിക്കപ്പെടും അതിന് നിൽക്കുന്ന ഒരുത്തനാണ്. നിങ്ങൾ ഒരു പീരീഡിൽ വേറൊരു ഗുണമുണ്ട്, കൃത്യസമയത്ത് ഭക്ഷണം കിട്ടണം. വേറെ ഒന്നുമില്ല. കോഴിക്കോടെല്ലാം വന്നിട്ട് സുധാകരന ഇതായിട്ട് മടപ്പള്ളി ദേവഗിരി കോളേജിൽ മീറ്റിംഗ് ഒരു ഭക്ഷണത്തിൻ്റെ ടൈമാകുമ്പോൾ ഇങ്ങനെ നോക്കി കഴിക്കും. അപ്പോൾ പ്രൊഫസർ വന്നിട്ട് പറയും, സാർ ടൈമായി എന്തോന്നും. ഞാൻ പറഞ്ഞു അത് ആയിട്ടില്ല. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഈ അങ്ങനെ ഒരു 1947 ജനതാ സഖ്യം പോലെ ഇപ്പൊ ഇന്ത്യയിലൊരു മതേതരത്വത്തിന്റെ വലിയ പ്രശ്നമുണ്ട്. മതേതരത്വത്തിൽ വെല്ലുവിളികളിരുന്ന അങ്ങനെയുള്ളൊരു അവസ്ഥയുണ്ട്. അങ്ങനെ ഒരു മൂവ്മെന്റ് ഇനി പുതിയൊരു കാലഘട്ടത്തിൽ പ്രതീക്ഷ ഉണ്ടോ നാണോട്ടിന്? അതല്ല, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനുള്ളത്, ഞാൻ അറിയിക്കുന്നതിനേക്കാളും ഒരു വടകരയിലെ ഇവിടുത്തെ കുഞ്ഞാപ്പു എന്ന് പറയുന്ന ഒരു സാധു കൊപ്ര കച്ചവടക്കാരൻ്റെ മകൻ, അച്ഛൻ്റെ പേര് കുഞ്ഞാപ്പു. എന്നിട്ട് അയാളുടെ മകൻ, ഞാൻ പൊളിറ്റിക്കലായിട്ട് ഇങ്ങനെ ഒരു പ്രസംഗം ഇതൊക്കെ അങ്ങനെ ഒരുത്തൻ എങ്ങനെയല്ലോ എന്തോല്ലോ ആയി. അങ്ങനത്തെ ഞാൻ ഒരു വല്ലാത്ത രൂപത്തിലേക്ക് ഞാൻ മന്ത്രിയായ അവസരത്തിൽ എല്ലാവരും ഞാൻ മന്ത്രിയായതിനെ സംബന്ധിച്ച് എൻ്റെ മന്ത്രിസ്ഥാനത്തിനെ പറ്റിയിട്ട് മോശം പറയുന്ന ഒരു ഇൻസ്റ്റൻസ് ഞാൻ കേട്ടിട്ടില്ല. ഇല്ല. ഞാൻ ഇന്ന കാര്യം അതെന്ന് പറഞ്ഞാൽ അത് നമ്മൾ അങ്ങനെ ചെയ്യുന്നതല്ലാതെ ഒരു കാര്യത്തിന് കാരണം ഒന്ന് ഇവനാണ് വേണുവേട്ടനാണ്. ഞാൻ വേറൊരു കാര്യം കേട്ടിട്ടുണ്ട്. ഇപ്പൊ രാഷ്ട്രീയക്കാരൻ, പ്രഭാഷകൻ, ഗാന്ധിയൻ, നല്ല ഓർഗനൈസർ, എല്ലാ ലീഡേഴ്സുമായിട്ടുള്ള നല്ല ബന്ധമുള്ള മനുഷ്യൻ, വടകരയിലെ ആളുകൾക്ക് മുഴുവൻ മുഹബത്തുള്ള സ്നേഹമുള്ള നാണോട്ടൻ. പക്ഷെ ഈ നാണോട്ടൻ നല്ല ഫുട്ബോൾ പ്ലെയറാണ്. അത് ആളുകൾക്ക് വടകരക്കാർക്ക് അറിയാം. വടകരക്കാർക്കൊന്നും അധികം ആളുകൾക്ക് അറിയാത്തൊരു സംഭവം, മെഹദിയുടെ ഗസൽ കേൾക്കുന്ന ആളാണ്, ഹിന്ദുസ്ഥാനി സംഗീതം കേൾക്കുന്ന, ഗുലാം അലിയുടെ പാട്ടുകൾ നാണോട്ടൻ. ഇത് ആളുകൾക്ക് അറിയില്ല. നാണോട്ടൻ ഒരു മിനിസ്റ്ററായ സമയത്ത് എനിക്ക് എൻ്റെ ഫ്രണ്ടാണ്, നിങ്ങളെ ജനതാദളിൻ്റെ ഫിറോസ് ഉണ്ടായിരുന്നു. ഫിറോസ് നമ്മളെ പെരുവട്ടന്തായുള്ള KK ഫിറോസിൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. അപ്പം നാണോട്ടിനടുത്ത് വരുന്ന വിഷയം ഞാൻ ഫിറോസുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഫിറോസ് എന്നോട് പറഞ്ഞിരുന്നു, മിനിസ്റ്ററായ സമയത്ത് മെഹദി ഹസൻ
എന്നിട്ട് നാട്ടിലെ മന്ത്രിയാണ്. കോഴിക്കോട് ടാഗോർ സെന്ററിൽ ആളില് പിന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെ നാണുവേട്ടൻ ഇത് എന്തൊക്കെയോ തിരുവനന്തപുരത്തെ പരിപാടിക്ക് പെട്ടെന്ന് ഒഴിവാക്കിയിട്ട് മെഹദി ഹസന്റെ പരിപാടിക്ക് പോവുകയും അവിടെ നാണുവേട്ടൻ ഉദ്ഘാടകനാവുകയും. ഇപ്പൊ ഫിറോസ് തന്നെ പറയുന്നുണ്ട്, എനിക്കൊക്കെ ടിക്കറ്റ് കിട്ടുമെന്ന് ആശങ്കപ്പെട്ട സമയത്ത് ഞാനൊക്കെ മുമ്പിലിരുന്ന് മെഹദി ഹസന്റെ പ്യാർ വരെയൊക്കെ കേട്ടു എന്നുള്ളതാണ്. ഇപ്പൊ ഗസല് ചെറുപ്പത്തിലേ വളരെ ഇന്ത്യയുടെ യഥാർത്ഥത്തിലുള്ള ഇന്ത്യയിലെ ഗായകന്മാരെ ഉൾക്കൊള്ളേണ്ടതും ഗസൽ തന്നെയാണ്. ഗസല് ഒരു കോഴിക്കോടും അവിടെ ഇവിടെ എല്ലാം ഗസൽ സിംഗേഴ്സിൽ ആരെയൊക്കെ ഇഷ്ടമുണ്ട് നാണോട്ടിന്? അതില് മെഹദി ഹസൻ, ഗുലാം അലി. പിന്നെ നാണോട്ടിന്റെ ഉള്ളിൽ ഒരു ഗസല് നിറച്ച ഒരാളുണ്ട്. മെഹദി ഹസന്റെ പാട്ട് കേൾക്കുന്ന, ഗുലാം അലിയുടെ പാട്ട് കേൾക്കുന്ന ഒരു വലിയ പൊതുപ്രവർത്തകനുണ്ട്. അപ്പോൾ ഈ മെഹഫിലുകൾക്കൊക്കെ പോവാറുണ്ടല്ലേ? പണ്ടൊക്കെ മെഹഫില് കോഴിക്കോടൻ ഭാഗത്തൊക്കെ ഈ മന്ത്രിയായിരിക്കും പ്രധാനപ്പെട്ട ഇവർക്ക് കണ്ണൂരിൽ നിന്ന് അല്ല വയനാട്ടിൽ നിന്ന് ബോംബെയിൽ നിന്ന് വരുന്ന വലിയ ഗായകനില്ലേ, അയാള് എല്ലാം കോഴിക്കോട് വന്ന് പാടുമ്പോ അതെ മെഹദി ഹസൻ അതാണ് പറഞ്ഞ ടൗൺ ഹാളില് താഴത്ത് ഉണ്ടാവും. അതെല്ലാം ഒരു 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 ഡൽ സുഖി ना जाने तुम कब आओगे जब शाम चले जाना साथ मिलने के എന്തോ ശരിക്കും വരുന്നില്ല മോനെ. നാട്ടിന്റെ പൊതുപ്രവർത്തനത്തിനിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, സ്വന്തം വീട്ടിലേക്ക് കോടികൾ ഉണ്ടാക്കുന്ന നേതാക്കന്മാര്, സ്വന്തം മക്കൾക്ക് ആസ്തി ഉണ്ടാക്കുന്ന നേതാക്കന്മാര്, പിന്നെ സ്ത്രീകളുടെ വിഷയങ്ങളിൽ വളരെ മോശമായിട്ടുള്ള ഒരു പുതിയ ജനറേഷൻ പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ ന്യൂ ജനറേഷൻ മൊത്തം അരാഷ്ട്രീയവാദികളായിക്കൊണ്ടിരിക്കുന്ന ഒരു കെട്ടകാലം. അതിനിടക്കാണ് ഒരു നൈതികത, ഒരു ലെഫ്റ്റ് മൂവ്മെന്റ്, ഒരു സോഷ്യലിസ്റ്റ് മൂവ്മെന്റ് ഒക്കെ ഉള്ളിൽ പിടിച്ച് ഇങ്ങനെ നടന്നിരുന്ന ഒരു മനുഷ്യന്റെ വീട്ടിൽ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ പല വഴിക്കാണ് കാറിവിടെ എത്തിയത്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു വഴിയില്ല. മക്കളെ തൻ്റെ MLA ആയിരിക്കുന്ന ഘട്ടത്തിലും മന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിൽ നാണോട്ടം ഒന്നും ആക്കിയിട്ടില്ല. ആ നാണോട്ടിലെ നാട്ടുകാർ പഴിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് മൂപ്പർ ഇങ്ങനെ? അത് നാണോട്ടിൻ്റെ നിലപാടിൻ്റെയും നാണോട്ടൻ സൂക്ഷിക്കുന്ന ഒരു വിശുദ്ധിയുടെയും പ്രശ്നമാണ്, ഒരു നിലപാടിൻ്റെ പ്രശ്നമാണ്. എൻ്റെ മക്കൾക്ക് ജോലി ഉണ്ടാക്കാനല്ല ഞാൻ രാഷ്ട്രീയത്തിൽ പൊതുപ്രവർത്തനത്തിൽ വന്നത്. ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്ന് ഇങ്ങനെ തന്നെ അങ്ങ് അവസാനിക്കുന്ന ഒരു രാഷ്ട്രീയ ജീവിതത്തിനിടക്ക് ആളുകൾ തേടുന്ന ഒരു പൊതു നക്ഷത്രമുണ്ട്. അത് വലിയ അംഗീകാരമാണ്. പ്രത്യേകിച്ച് വടകരയിലെ ആളുകൾക്ക് ഒരു വിയോജിപ്പും ഇല്ലാത്ത ഒരു നേതാവെന്ന നിലക്ക് ഈ എതിർചേരിയിൽ നിൽക്കുമ്പോഴും ഇപ്പം നാണോട്ടൻ ഒരു ലെഫ്റ്റ് ഭാഗത്ത് നിൽക്കുന്നു, സുധാകരൻ അങ്ങോട്ട് കോൺഗ്രസിന്റെ ഒരു സംഗതിയായിട്ട് ഇപ്പൊ നിൽക്കുന്നു. എന്നിട്ട് ആശയപരമായിട്ടുള്ള വിയോജിപ്പുകളൊക്കെ ഉണ്ടെങ്കിലും ഒരു ഇഷ്ടമുണ്ട് അല്ലേ? അങ്ങനെ പലരോടും ഈ ഇഷ്ടമാണ് നാണോട്ടനോട് ജനങ്ങൾക്കുള്ളതെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ തമാശക്കൊന്നുകൂടെ ചോദിക്കട്ടെ, എൻ്റെ പാപ്പയുടെ പ്രിയപ്പെട്ട ഫ്രണ്ടാണ്, എൻ്റെ ഗുരു ആണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇനി വടകരയിൽ നിൽക്കാൻ പറഞ്ഞാൽ നാണോട്ടൻ നടക്കുകയും ചെയ്യേണ്ട, പ്രസംഗിക്കുകയും ചെയ്യേണ്ട, LDF നേതൃത്വം പറയാ നാണോട്ടൻ വടകരയിൽ നിൽക്കൂ, ഞങ്ങൾക്ക് സീറ്റ് തിരിച്ചു പിടിക്കണം, അത് പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്ന ഒരാളാണ് ഞാൻ. നിൽക്കുമോ നാണോട്ടൻ? അതില് എന്താന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് പ്രാവശ്യം നിന്ന് ജയിച്ചല്ലോ. അതെ, അപ്പൊ അത് മാറിക്കൊടുക്കുക എന്നുള്ളത് ഒരു മാന്യത അല്ലേ? ആ മാന്യതയാണ് ഞാൻ നിന്നത്. പക്ഷെ നമ്മളെ ആളുകളെ അത് ജയിക്കേണ്ട പോലെ ജയിച്ചില്ല, നിൽക്കേണ്ട പോലെ നിന്നില്ല. അതിൽ ഞാൻ പഴയ കാലത്ത് ഇവിടെ ആദ്യത്തെ നിങ്ങളെ ഇത് വരുമ്പോൾ ഗോപാലേട്ടൻ പിന്നെ ഇവരെല്ലാം അവിടെ ഇവിടെ ജയിക്കുന്നിടത്തില്ല നിൽക്കുന്നത്. എന്നോട് പറഞ്ഞു, നീ വടകര നിൽക്കും. ഞാൻ പറഞ്ഞു, ഞാൻ വടകര നിൽക്കില്ല. അപ്പോൾ വേറെ ഏതോ പ്രധാനപ്പെട്ട വേണുവോ ആര് ആണ് നിർത്താൻ. അപ്പോൾ ഞാൻ എന്നെ കുറ്റ്യാടിക്ക് നിർത്തി. കുറ്റ്യാടി ഒരു കാരണവശാലും ജയിക്കില്ല, പക്ഷേ കുറ്റ്യാടി കോൺഗ്രസിൻ്റെ ഒരു സിറ്റി കോൺഗ്രസിൻ്റെ. ഞാനതെല്ലാം എടുത്താണ് പോയി. ഞാൻ ഇവരോട് പറഞ്ഞു, എല്ലാം കോൺഗ്രസ് ജയിക്കില്ല, അത് ജയിക്കില്ല. രണ്ടാമത് പിന്നെയായി. മൂന്നാമത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിന് നിങ്ങളാരും വരണ്ട, ഞാൻ തന്നെ ജയിക്കും. അതൊക്കെ ജയിച്ചു. ഞാൻ ജയിക്കുന്നതിൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ പറയുന്നല്ല. എനിക്കത് നിർബന്ധമുണ്ടെങ്കിൽ ജയിക്കും, ആളുകളെ വോട്ട് തരും. വേറെ ഒന്നുമില്ല. നമ്മൾ
ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പോസ്റ്റൽ ഇതിൻ്റെ പോയില്ലേ, അവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ സ്റ്റാഫ് പറയും അതായിക്കോട്ടെ നാണു ഉണ്ടല്ലേ അവിടെ, കാരണം അത് നിലനിൽക്കണം എന്നുള്ളത് ആഗ്രഹിക്കുന്നിടത്തനാണ്. താഴെയങ്ങാടിയിൽ ഇന്നാൾ ബാങ്ക് ഒരു കോൺഗ്രസിൻ്റെ അയാൾ ഒരു ബാങ്ക് എടുത്തതിൻ്റെ, അപ്പോൾ അതെല്ലാം ലീഗുകാരല്ലേ ഉള്ളത്. ഞാനാണ് കയറിയിരുന്നതിൽ ഒരുത്തൻ ചോദിച്ചു ഇതെന്താ, ഞാൻ പറയാം കയറിയാട് അത് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു ആടെ കയറിയിരിക്കുക, ഇതിൻ്റെ ഭാഗമായി നിൽക്ക്, അത്ര തന്നെ. ഇത് നമ്മളെല്ലാം അത്രേ. ഈ നാണോട്ടം വടകര മത്സരിക്കുന്ന സമയത്തൊക്കെ ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഒരു ഒരു ഒഴുക്ക് പോലെ നാണോട്ടം ലഭിക്കാറുണ്ടല്ലോ. അങ്ങനെ ന്യൂനപക്ഷങ്ങളുമായിട്ട് നല്ല ബന്ധമാണ്. ചെറിയ പ്രായത്തിൽ ഒന്നും ഞാൻ പ്രാവ് പറ്റൂ. പ്രാവിനെ പറ്റും. നമ്മളെ വടകരയിൽ ഒരു പ്രധാനപ്പെട്ട വടകരയില് പ്രാവിനെ പറത്തുക, അതിന് തയങ്ങടിയില് അതിനകത്ത് നമ്മൾ വളർത്തി അതിങ്ങനെ വിടും ആകാശത്തേക്ക്. മധുരം അതിന്റെ മത്സരം അതിന്റെ താഴെങ്ങാടിയിൽ നമ്മളെ ടീം ഉണ്ടാവും. അപ്പൊ അത് നെടോ നാണു നിൽക്കുന്നുണ്ട്, മറ്റൊന്നും ഒരാളാണ് അല്ല. അതിന്റെ ഒരു പീരീഡ് വന്നപ്പോ ഇത് പ്രാവിൻ്റെത് എനിക്ക് വലിയ സന്തോഷമുള്ളതായി. കാരണം ഈ പ്രാവിനെ ഇങ്ങനെ പറപ്പിച്ചിട്ട് അത് കുറെ ദിവസങ്ങൾക്ക് ശേഷമൊക്കെ തിരിച്ചു വരുവൊക്കെ ചെയ്യല്ലേ? ചിലത് വരും. അതെല്ലാം പിന്നെ അതെല്ലാം കുറച്ച് ദിവസമേ എനിക്ക് സഹായിച്ചിട്ടുള്ളൂ. ഇവിടെ ഒരു പോലീസുകാരൻ സ്വന്തമായിട്ട് പോയിട്ട് എനിക്ക് ഇതൊന്നും എടുക്കേണ്ടി വന്നില്ല. പിന്നീട് വന്ന് പൊളിറ്റിക്കലായി വന്നപ്പോൾ അതിലൊരു വല്ലാണ്ടായിപ്പോയി. എന്താണെന്നറിയോ, ഞാൻ വിചാരിച്ച എനിക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയുന്നു, എനിക്ക് എല്ലാം അറിയും. അപ്പോൾ ഒരു മീറ്റിങ്ങിന് തിരുവനന്തപുരത്തുനിന്നോ കോഴിക്കോടിൻ്റെ ഭാഗത്തുനിന്ന് ഇടുന്ന ഒരു മീറ്റിംഗ്, ആ മീറ്റിങ്ങിൽ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അറിയാണ്ട് ഹിന്ദിയിൽ പറഞ്ഞു. ഹിന്ദിയിൽ അപ്പടി ആരോ ഇവനെന്ത് പേരാന്തോ, അപ്പോൾ മറ്റവൻ പറഞ്ഞ് എൻ്റെ അമ്മോനെ പേരാന്തോ, നല്ല ഹിന്ദിയിലെ താമസവും സംസാരിക്കുന്നു. നാണട്ടാ ഒരു മക്കള് ഒന്ന് പിന്നെ നമ്മുടെ സുധീർ മൂത്ത മോനാണ്, മറ്റേ ഡോക്ടർ പേര് മണിയാണ്. മണി ആയുർവേദ ഡോക്ടറാണ്. ഇപ്പൊ സുധീർ അത്യാവശ്യം ഇപ്പൊ ഈ പൊളിറ്റിക്സിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അല്ല അതെല്ലാം അവനവനാണ്. അല്ലാതല്ല, നാണോട്ടിന്റെ സപ്പോർട്ട് ഇല്ല, അവരവന്റെ രാഷ്ട്രീയം റെസിഡൻസിന്റെ അസോസിയേഷൻ അങ്ങനെയൊക്കെ ഉണ്ടെന്നോ? അല്ല ഞാൻ പറയുന്ന പൊതുപ്രവർത്തനത്തിൽ അത് റെസിഡൻസിന്റെ ഒന്നാമത് എന്താന്ന് പറഞ്ഞാൽ അവിടെ ആരുമില്ല. അവന്റെ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ക്ലാസ് ഇപ്പൊ നന്നായി പോകുന്നുണ്ടെന്ന് തോന്നുന്നു റെസിഡൻസ്. അതെ അതെ, അല്ല പൊതുവെ ഒരു റെസിഡൻസ് നമ്മളെ കേരളീയ അന്തരീക്ഷത്തിൽ കുറച്ച് സൗഹൃദങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലം. പുതിയ രാഷ്ട്രീയം നാണോട്ടിനിപ്പം, നാണോട്ടെല്ലാം രാഷ്ട്രീയം ഇപ്പം നിലവിലെ രാഷ്ട്രീയമൊക്കെ നിരീക്ഷിക്കുന്ന ആളല്ലേ, ഇതിപ്പം രാഷ്ട്രീയം വല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഒരു ആളുകളെ പിന്നെ അപകീർത്തിപ്പെടുത്തുന്ന സംഭവങ്ങള്, വ്യക്തിഹത്യ, പുതിയ തലമുറ ഫേസ്ബുക്ക് രാഷ്ട്രീയം കളിക്കുന്നു, റീൽ രാഷ്ട്രീയം. എന്താ നാണോട്ടിന് പുതിയ ഒരു മതേതര ഇന്ത്യ ഒരു വലിയ പ്രതീക്ഷ ഉണ്ടോ യഥാർത്ഥത്തിൽ? അത് തന്നെയാണ്, മതേതരത്തെ ഇന്ത്യ ആയിരിക്കണം. അതെ, നമ്മള് ഇതിപ്പോ ഞാനിന്ന് പ്രസംഗിക്കേണ്ടതായിരുന്നു, ഞാൻ പ്രസംഗിച്ചിട്ടില്ല. മടപ്പള്ളി കോളേജിൽ ഒരു മീറ്റിംഗ് ഉണ്ടായി. ഞാൻ വേറെ അങ്ങനെ പറയണ്ട, ഞാൻ കോഴിക്കോട് കലക്ടർ ആ പരിപാടി പങ്കെടുക്കണമെന്ന് പറയും. കലക്ടർക്ക് എന്നെ അറിയാം. കലക്ടറും വന്നു. ഈ പങ്കെടുത്തിക്കുന്ന ആരാ? മുസ്ലിം പെൺകുട്ടികൾ, അവിടുത്തെ മടപ്പള്ളി കോളേജിലെ മുസ്ലിം പെൺകുട്ടികൾ സംഘടിപ്പിക്കുന്നത് അല്ലെന്ന് അവരെ പങ്കെടുക്കുന്നത് അറേഞ്ച് ചെയ്യാൻ നമ്മളെല്ലാം ചെയ്തു. അതെ അതെ അതെ. ഇയാളും ഇതും ഇരുന്ന് ആടുത്തെ ബാക്കിയുള്ള ടീച്ചേഴ്സും എല്ലാവരും നോക്കുമ്പോൾ മുസ്ലിം പെൺകുട്ടികൾ എന്ത് സ്ട്രോങ് ആയി സംസാരിക്കുന്നതെന്ന് അറിയാം. നിങ്ങളെല്ലാം വിചാരിക്കും ഉമ്മച്ചിയെ കുട്ടികൾ പുല്ലിനില്ല, പുതിയ കാലത്തിന്റെ ശബ്ദമായ എന്താ അവര്. അപ്പോൾ അവര് ഇങ്ങനെ ഓരിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും, മറ്റൊരെന്നെ നോക്കൂ, ഞാൻ ചിരിക്കും, പിന്നെ എന്നെ നോക്കും, ഞാൻ ചിരിക്കും, ഞാൻ പറയാം. അപ്പോൾ കുട്ടികളെന്താണെന്നറിയോ, കുട്ടികളതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം വരും. എനിക്ക് പരിചയമുള്ള നല്ലൊരു മുസ്ലിം സാമ്പത്തികമായി കഴിവുള്ളവനാണ്. അവൻ ആരോട് പറയും, നാണോട് ഉച്ചക്ക് ഭക്ഷണത്തിൽ വന്നു,
ഞാൻ ഭക്ഷണത്തിന് പോയി. അപ്പം മൂപ്പുറം മോളാണ് ഇതാക്കുക. അപ്പാട് ഉപ്പ ഇവള് മറ്റേ അങ്ങനത്തിൻ്റെ എല്ലാം വളരെ സ്ട്രോങ് ഉള്ളതാണെന്നാണ് കേട്ടോ. അങ്ങനെയാണെന്നാണ് കേട്ടോ, ഇങ്ങനെയാണെന്നല്ലേ എന്നെ പറ്റിയിട്ട്. അത് കഴിഞ്ഞിട്ട് അയാൾ എന്തോ പറഞ്ഞപ്പോൾ അവൾ പറയാ, എന്നിട്ട് ആ പറഞ്ഞതില്ലേ ഉപ്പ, ഞാൻ കോളേജിൽ പഠിച്ച് ഞാൻ ജയിക്കും എന്നിട്ട്. അപ്പോൾ മുസ്ലിം പെൺകുട്ടികളാണ് ഇതിൽ ഫൈറ്റ് ചെയ്യുക. നവോത്ഥാനത്തിന്റെ പുതിയ ശബ്ദമാണ്. യാഥാസ്ഥികമായ പഴയ കാഴ്ചപ്പാടും മുസ്ലിം പെൺകുട്ടികൾ അങ്ങനെ മണിയറയിലിരുന്ന് അടുക്കളയിലിരുന്ന് അങ്ങനെ കളിക്കേണ്ടവരല്ല, അവര് ഫൈറ്റ് ചെയ്യും. അവര് ഫാസിസത്തിനെതിരെയും ഫൈറ്റ് ചെയ്യും, എല്ലാത്തിനെതിരെയും. ഇപ്പോ ഇവിടെ നമ്മളിതിപ്പോ പറഞ്ഞില്ലേ, ഇവിടെ എന്തെങ്കിലും ഇതൊക്കെ വന്നിട്ട് തകരാറുണ്ടായ ഫൈറ്റ് ചെയ്യുന്നതിൽ മുസ്ലിം പെൺകുട്ടികൾ ഫ്രണ്ടിൽ വരിക. മുസ്ലിം പെൺകുട്ടികളുടെ ആ സ്ട്രാറ്റജി അവർക്ക് കിട്ടുന്നില്ല. പുതിയ തലമുറക്ക് നാണോട്ടൻ എന്തെങ്കിലും ഒരു മെസ്സേജ്? അല്ല, എനിക്ക് മെസ്സേജ് എന്താണെന്ന് പറയുക, ഒന്ന് ഖാദി വസ്ത്രം ധരിക്കാൻ പരമാവധി എല്ലാവരും ശ്രമിക്കുക. ഖാദിയാണ് ഇന്ത്യൻ പഴയ കാലത്തിൻ്റെ ഖാദിയിലേക്ക് യുവതലമുറ ഖാദിയിലേക്ക് പോവുക. അത് പോയിട്ട് നമ്മൾ ഒരു ഗാന്ധിയൻ ആദർശങ്ങളുള്ളത് എന്താ ഗാന്ധിജി എന്നെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. ഇന്ത്യൻ സ്വാതന്ത്ര്യം സമ്പാദിക്കുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് ഗാന്ധിജി എവിടെയുള്ളത്? ഒരു മുസ്ലിം കച്ചവടക്കാരൊക്കെ ഉള്ള ഒരു സ്റ്റേറ്റ് ഉണ്ട്, അവിടെയാണ് ഗാന്ധിജി ഉള്ളത്. അവരെ കൂടെയാണ് ഗാന്ധിജി വന്നത്. അവരെ കൂടെ വന്ന ഗാന്ധിജി ഇവിടെ വന്ന് ഗാന്ധിജി ഇവരും തമ്മിൽ, ഈ മുസ്ലിംസും ഇവരെല്ലാം തമ്മിൽ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ ഗാന്ധിജി പല സ്ഥലത്തും പോയി. ഗാന്ധിജി നീ സ്വാതന്ത്ര്യ സമരമായിരിക്കും, നിനക്ക് മന്ത്രിയാകാം, ഇയാൾക്കാകാം, മറ്റേ ആക്കാം, നിങ്ങളെല്ലാം ഇതിൽ നോക്കുക. അപ്പോൾ ഗാന്ധിജി എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഒരു വെസ്റ്റ് ബംഗാൾ രംഗത്തില്ല, ഒരു സ്റ്റേറ്റും കൂടി രംഗത്തില്ല. ഗാന്ധിജി എന്ത് ചെയ്ത്, ഗാന്ധിജി അവിടത്തേക്ക് എന്തൊരു മുസ്ലിം, അയാൾ സുഖാബുദ്ദീൻ ആജാദി, ഒരു മുസ്ലിം ലീഡറുണ്ട്, അയാളെയും കൂടി ബംഗാളിൽ പോയി ഗാന്ധിജി ബംഗാളിലെ മുസ്ലിം ലീഡേഴ്സിനെ വിളിച്ച്. അപ്പോൾ മുസ്ലിം ലീഡേഴ്സിനെ വിളിച്ച്, ഒരു കാരണവശാലും നിങ്ങളെ സമൂഹത്തിൽ നിന്ന് മാറ്റുന്ന പ്രശ്നമില്ലാന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഗാന്ധിജി അത് സമയം നമ്മൾ ഗാന്ധിജിയിലേക്ക് മടങ്ങാനല്ല. ഇപ്പൊ ഗാന്ധിജിയിൽ മടങ്ങാനാവില്ല. ആദർശം കൊണ്ട് ആദർശം കൊണ്ടേ സാധിക്കും. എന്താണെന്നറിയോ, അത് പറഞ്ഞ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ എന്താക്കി, വെടിവെച്ചു ഗാന്ധിജിയെ കൊന്നുകളഞ്ഞു. മലതേച്ചിയെ കുറിച്ച് പറയണം. മലതേച്ചിയുടെ വിയോഗത്തിന്റെ ഒരു വേദന നിൽക്കുന്ന നടുവിലും ഞങ്ങളോട് ഇത്തരം കാര്യങ്ങൾ, രാഷ്ട്രീയത്തെക്കുറിച്ചും ഗസലിനെ കുറിച്ചും മെഹഫിലുകളെ കുറിച്ചും ഫുട്ബോളിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ നാണോട്ടൻ്റെ ഹൃദയം പരിശുദ്ധമാക്കപ്പെട്ട ഒരു വിശുദ്ധിയുടെ രാഷ്ട്രീയം, വിശുദ്ധിയുടെ നൈതികതയുടെ രാഷ്ട്രീയം, കെട്ടു നാറിപ്പോകുന്ന പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയത്തിന് നടുവിൽ നാണോട്ടൻ ഒരു വേദപുസ്തകമാണ്, ഒരു പാഠശാലയാണ്, പഠിക്കേണ്ട ഒരു സർവകലാശാലയാണ്. ഗാന്ധിജിയിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ് നാണോട്ടൻ പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശരി.